സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം മുതൽ വായിക്കാം. അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനു ഒത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തു എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. ബൈബിളിൽ ചെറിയ വാക്യങ്ങളുമുണ്ട്, വലിയ വാക്യങ്ങളും ഉണ്ട്. വിശുദ്ധനായ പൗലോസ് ഒരുപാട് ലേഖനങ്ങൾ എഴുതാനിടയായി. വലിയ ആഴമായ വിശ്വാസികൾക്ക് അത്യാവശ്യമായ വിലയേറിയതായ സന്ദേശങ്ങൾ നൽകാനിടയായി. ഇവിടെ എഫേസ്യ സഭയ്ക്ക് പൗലോസ് എഴുതുന്നതായ ലേഖനമാണിത്. അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. സ്വർഗത്തിൽ കർത്താവിനെ അംഗീകരിച്ച്, കർത്താവിനെ ദൈവമായി അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ട് മരിച്ച ആളുകളെല്ലാം സ്വർഗ കുടുംബത്തിലായിരിക്കുന്നു. തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ടതായിരിക്കുന്ന നാം എല്ലാവരും ഭൂമിയിലെ ദൈവീയ കുടുംബത്തിൽ ആണ് ആയിരിക്കുന്നത്. എന്നാൽ നിങ്ങളിൽ എത്ര ആളുകൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു? എന്താണ് ആരും ഒന്നും മിണ്ടാത്തത്? രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരുവൻ ചോദിക്കാനിടയായി. എന്താണ്? അയാൾ രക്ഷിക്കപ്പെട്ടോ എന്നുള്ള കാര്യം അയാൾക്കറിയില്ല എന്ന് ഒരുവൻ പറയാനിടയായി. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് പറയുന്നത്? കഴിച്ചെങ്കിൽ കഴിച്ചെന്ന് പറയും, ഇല്ല എങ്കിൽ ഇല്ല എന്ന് പറയും. കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചിരിക്കുന്നുവെന്ന്. എങ്കിൽ അതുപോലെ എൻ്റെ പാപങ്ങൾ യേശു ക്രിസ്തു ക്ഷമിച്ചിരിക്കുന്നു. എന്നെ അവൻ തൻ്റെ പൈതലായി മാറ്റിയിരിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ് എന്നുള്ള അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്തോ എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടായിരിക്കുമോ? എൻ്റെ തെറ്റുകളെല്ലാം തന്നെ എന്നോട് ദൈവം ക്ഷമിച്ചിരിക്കുമോ ആവോ? എൻ്റെ ഹൃദയത്തിനൊരു സമാധാനവുമില്ല, എനിക്കൊരു തൃപ്തിയുമില്ല എന്ന് നിങ്ങൾ ഇപ്പോഴും പറയുകയാണെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് ഇല്ല. ഇത് ഒരു പാസ്റ്ററും എഴുതി തരേണ്ടതായ സർട്ടിഫിക്കറ്റ് അല്ല. അതുപോലെ തന്നെ വേറെ ആരും നിങ്ങൾക്ക് ബോധിപ്പിച്ചു തരേണ്ടതുമല്ല. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ യഹോവ നല്ലവനെന്ന് രുചിച്ച് അറിയേണ്ടതാണ്. അതുകൊണ്ട് എത്ര ആളുകൾക്ക് അനുഭവമുണ്ട്? യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ കൈകൾ ഉയർത്തിക്കാട്ടെ. ക്ഷമിക്കുമെന്നാണോ ക്ഷമിച്ചിരിക്കുന്നുവെന്നാണോ? ഹല്ലേലൂയ! സത്യമായും ഹല്ലേലൂയ! എപ്പോഴാണോ നാം ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത്, നാം അവൻ്റെ മക്കളായി മാറുകയാണ്. തന്നെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നവർ അവൻ്റെ മകനായും മകളായും ഇരിക്കുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഏതു കുടുംബത്തിൽ പെടുന്ന ആളുകളാണ്? ഭൂലോകത്തിൽ വേറൊരു കുടുംബമുണ്ട്. ആ കാര്യം നിങ്ങൾക്കറിയാമോ? പിശാചിന്റെ കുടുംബം. അവൻ്റെ കുടുംബത്തിൽ ഒരുപാട് പേരുണ്ട്. ആ പിശാചിന്റെ മക്കളെ എല്ലാം തന്നെ ദൈവമക്കളായിരുന്നവരിൽ നിന്ന് പിശാച് തട്ടിയെടുത്ത വ്യക്തികളാണ്. പിശാച് സൃഷ്ടിച്ച മക്കൾ ആരും തന്നെയില്ല. ദൈവം സൃഷ്ടിച്ചതായ ദൈവത്തിൻ്റെ മക്കളെ വഞ്ചിച്ച പാപത്തിൽ വീഴ്ത്തി, ലോകത്തിലെ മോഹങ്ങളിൽ ആകർഷിപ്പിച്ചിട്ട് വീഴ്ത്തി, വലയിലാക്കിയിട്ട്, അവരെ കെണികളിലാക്കിയിട്ട് പിശാച് അവരെ തട്ടിയെടുത്ത് ദൈവത്തിൽ നിന്ന് ദൂരമാക്കുകയാണ്. എന്താണ്? ലോകത്തിന്റെ അധികാരിയായി വിളിക്കപ്പെടുന്ന പിശാച് അന്ന് ആദാമിന്റെ അടുക്കൽ ചെന്നിട്ട് ദൈവം അനുഗ്രഹിച്ച് അവന് കൊടുത്തതായ, ദൈവം സ്നേഹിച്ച ആദാമിന് കൊടുത്തതായ ആദാമിന്റെ അധികാരത്തെ എല്ലാം പിശാചിന് അവൻ കൊടുക്കാനിടയായി. അങ്ങനെ പിശാചി ലോകത്തെ വാഴുവാനിടയായി. അങ്ങനെ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് പിശാചിന്റെ തലയെ തകർത്തിട്ട് കാൽവരി ക്രൂശിൽ തന്റെ രക്തം ഒഴുക്കി മനുഷ്യരെ പാപങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കാനിടയായി. അതുകൊണ്ട് ഈ ദിവസം മുതൽ
ആരൊക്കെയാണോ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്നവർ, അതുപോലെ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നവർ, അവർ ദൈവത്തിന്റെ മക്കളായി മാറുകയാണ് ചെയ്യുന്നത്. നാം എപ്പോഴാണോ ദൈവത്തിന്റെ രാജ്യത്തിന് അവകാശികളായി മാറുന്നത്, പിശാചിന് നാം പിന്നീട് ഒരിക്കലും ഒരു സ്ഥാനം കൊടുക്കുകയില്ല. പിശാചിന് ഒരിക്കലും നമ്മെ തൊടുവാൻ സാധിക്കുകയും ഇല്ല. എന്നാൽ ഈ ലോകത്തിലായിരിക്കുന്ന സമയത്തൊക്കെയും നാം ഈ ലോകത്തിന്റെ അധികാരിയായിരിക്കുന്ന പിശാച് ഈ മൺകൂടാരത്തിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ വീഴ്ത്തിക്കളയുവാൻ, പാപത്തിൽ വീഴിക്കുവാനുള്ള അവസരം ഉണ്ട്. എന്നാൽ നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്, നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും നാം ദൈവത്തിന്റെ വചനത്താൽ, അതുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ബലപ്പെടേണ്ടതാണ്. നിത്യതയ്ക്ക് വേണ്ടി നാം എപ്പോഴും ഒരുക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ലക്ഷ്യം ഈ ലോകത്തിൽ വലിയ വ്യക്തിയാകുക എന്നതല്ല, ദൈവത്തിന്റെ രാജ്യത്തിന്റെ അവകാശികൾ ആകുക എന്നതാണ്. അതുകൊണ്ട് സ്വർഗത്തിലായിരിക്കുന്ന ആളുകൾ, ഈ ഭൂലോകത്തിലിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വാസികൾക്ക് ആരാണ് പിതാവായിരിക്കുന്നത്? യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഈ ലോകത്തിൽ രക്ഷിക്കപ്പെട്ടതായ എല്ലാ ദൈവമക്കളുടെയും പിതാവ് എവിടെയായിരിക്കുന്നു? യേശുക്രിസ്തു ജനിക്കുന്നതിന് മുൻപേ യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പറയുകയുണ്ടായി. എന്താണ് യേശുക്രിസ്തുവിന് മറ്റൊരു പേരുണ്ട്. അവൻ ആരാണ്? നിത്യ പിതാവ്. ഈ ലോകത്തിലെ പിതാക്കന്മാർ താൽക്കാലികം മാത്രമാണ് നമുക്ക്. എന്നാൽ നാം വൃദ്ധനായാലും നമ്മെ ചുമക്കുന്നത് ആരാണ്? നമ്മുടെ സ്വർഗീയ പിതാവ്. ആ സ്വർഗീയ പിതാവിന്റെ അടുക്കൽ പൗലോസ് പറയുകയാണ്, ഞാൻ സമ്പാദിച്ചിരിക്കുന്നതായ ആത്മാക്കൾ, ഞാൻ യേശുക്രിസ്തുവിന് വേണ്ടി സമ്പാദിച്ചിരിക്കുന്നതായ മനുഷ്യന്റെ ആത്മാക്കൾ, ആ വിശ്വാസികൾ ബലപ്പെടേണ്ടതിനു വേണ്ടി ഞാൻ കർത്താവിന്റെ അടുക്കൽ മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയായി ബലപ്പെടേണ്ടതിനും, അവന്റെ ആത്മാവിൽ ബലപ്പെടേണ്ടതിനും, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിവസിക്കേണ്ടതിനും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നുള്ള നമ്മുടെ ദൈവദാസന്മാർക്ക് ഉണ്ടാകുന്ന പ്രാർത്ഥനാ ഭാരം എന്താണെന്നറിയാമോ? വയറുവേദനയാണ്, കാലുവേദനയാണ്, നടുവേദനയാണ്, പുറം വേദനയാണ്, ക്യാൻസറാണ്, ലിവർ പ്രോബ്ലമാണ്, കിഡ്നിയിൽ സ്റ്റോൺസ് ഉണ്ട്, തൈറോയ്ഡ് പ്രോബ്ലമാണ്, ഷുഗറാണ്, BP ആണ്. എന്താണ്? അനേകം ദൈവദാസന്മാർക്ക് ഇന്ന് ഡോക്ടർമാർക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ രോഗങ്ങളെക്കുറിച്ച് അറിയാവുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ എല്ലാ രോഗമുള്ള ആളുകളും അവരുടെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്നുണ്ട്. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് എന്ത് രോഗമുണ്ടായാലും, എന്ത് പ്രശ്നമുണ്ടായാലും, നിങ്ങളുടെ ശരീരത്തിന്റെ എവിടെ ഏത് പ്രശ്നമുണ്ടായാലും അവൻ സൗഖ്യമാക്കും, അവൻ നിങ്ങളെ വിടുവിക്കും. അവൻ അത്ഭുത ദൈവമാണ്. ശരിയാണ്, നാം പ്രാർത്ഥിക്കേണ്ടതാണ്. കഴിഞ്ഞ ആഴ്ച ഹൈദരാബാദിൽ നിന്നൊരു പയ്യൻ എൻ്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അവൻ കാത്തുനിന്നപ്പോൾ വരാൻ വിളിച്ച സമയത്ത് എല്ലാവരും പോയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വരാം, എനിക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് വരുവാനിടയായി. അവൻ മനസ്സ് തുറന്ന് തന്റെ ഭാരമെല്ലാം എന്നോട് പറഞ്ഞു. അതെല്ലാം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. എന്നാൽ അവൻ പറഞ്ഞു, ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ സ്നാനപ്പെട്ടവനാണ്, എന്നാൽ ഞാൻ തെറ്റു ചെയ്തു പോയി, ഞാൻ പാപം ചെയ്തു പോയി, ഒരുപാട് പാപം ചെയ്യാനിടയായി, ഒരു വേശ്യയുമായി എനിക്ക് ബന്ധം ഉണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 10 ദിവസമായിട്ട് എനിക്ക് പനി ഉണ്ടാകുന്നു, എനിക്ക് വളരെ ക്ഷീണം അനുഭവപ്പെടുന്നു, എനിക്ക് എയ്ഡ്സ് വന്നിരിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ വളരെ ദുഃഖിച്ചിരിക്കുകയാണ്, ഞാൻ ഇതിനെക്കുറിച്ച് വളരെ ഭാരപ്പെടുന്നു. കർത്താവ് എന്നോട് ക്ഷമിക്കുമോ? കർത്താവെ, നീ എന്നോട് ക്ഷമിച്ചാൽ എൻ്റെ ജീവിതം നിനക്ക് വേണ്ടി സമർപ്പിക്കാമെന്ന് കർത്താവിനോട് തീരുമാനം വെച്ചു. ഹൈദരാബാദിൽ നിന്ന് എന്തുകൊണ്ട് വന്നെന്ന് ചോദിച്ചപ്പോൾ ആരോടും പറയാൻ വിശ്വാസമില്ലാതെ അങ്ങയോട് വന്ന് പറയാൻ വേണ്ടി വിശ്വാസത്തോടുകൂടി ഞാൻ വന്നതാണെന്ന് പറഞ്ഞു. എന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ സഹായിക്കാനിടയാകും. അവനൊരു അരമണിക്കൂർ കൗൺസിലിംഗ് കൊടുത്ത് പ്രാർത്ഥിച്ചു, പശ്ചാത്തപിക്കാൻ പറഞ്ഞു. പശ്ചാത്തപം മാത്രമാണ് ഏക പോംവഴിയായിരിക്കുന്നത്, അല്ലാതെ ദൈവദാസനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നതല്ല. നീ ചെന്ന് കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് മാറ്റരുതേ, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ അകറ്റിക്കളയരുതേ, നിന്റെ സാന്നിധ്യം എന്നിൽ നിന്ന് മാറ്റരുതേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചത് അറിയില്ലേ? ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ എന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചില്ലേ? നീയും അതുപോലെ പ്രാർത്ഥിക്കുക, ഞാനും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവം അത്ഭുത കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിരിക്കുകയാണ്, നാളെ റിപ്പോർട്ട് അതിൻ്റെ കിട്ടും. നീ ഇന്ന് പോയി പ്രാർത്ഥിക്കുക, ഉപവാസത്തോടെ പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവൻ പോയിട്ട് പ്രാർത്ഥിച്ചു, ഞാനും അവന് വേണ്ടി പ്രാർത്ഥിച്ചു. 2-ാം ദിവസം റിപ്പോർട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്, എന്നാൽ വന്നില്ല. എന്തുകൊണ്ടാണ് റിപ്പോർട്ട് വരാത്തത് എന്ന് അന്വേഷിച്ചു. അവൻ അങ്ങോട്ട് SMS അയച്ചു. അവൻ എന്നെയും ആ വിവരം വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ വീണ്ടും അനുതാപത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുക, ദൈവത്തോട് യാചിക്കുക എന്ന് പറഞ്ഞു. തിങ്കളാഴ്ച നിനക്ക് അതിന്റെ റിസൾട്ട് കിട്ടും.
ദൈവം നിനക്ക് പ്രാർത്ഥിക്കുവാൻ 2 ദിവസം സമയം തന്നിരിക്കുകയാണ്. എന്താണ്, ഇന്നലെ വൈകുന്നേരം ഞാൻ വിശാഖപട്ടണത്തിലെത്തിയ സമയത്ത് എനിക്ക് SMS വന്നു. എന്താണ്? ദൈവത്തിന് സ്തോത്രം, ദൈവം എന്നോട് ഈ തവണ ക്ഷമിച്ചു. നിൽ എന്ന റിസൾട്ട് കിട്ടി. അതിൽ ഒരു തരത്തിലുമുള്ള രോഗമില്ലെന്നുള്ള റിപ്പോർട്ട് വന്നു. എത്ര അത്ഭുതകരമായ കാര്യമാണത്! ഒരു രോഗിക്ക് സൗഖ്യം കിട്ടണമെങ്കിൽ പാസ്റ്റർ പ്രാർത്ഥിച്ച് എണ്ണ കൊടുത്ത സൗഖ്യം കിട്ടുകയില്ല. അവൻ പശ്ചാത്തപിച്ചാൽ മാത്രമേ സൗഖ്യം വരൂ. ദേവദാസന്റെ പ്രാർത്ഥന ആവശ്യമാണ്, ശരിയാണ്. ഈ ബോക്സ് എനിക്ക് എടുക്കാൻ കഴിയില്ലെങ്കിൽ, ഇതെനിക്ക് അങ്ങോട്ട് എടുത്തു മാറ്റാൻ കഴിയില്ലെങ്കിൽ ആരോടെങ്കിലും ഹെൽപ്പ് ഞാൻ ചോദിക്കണം. ബ്രദർ ഒന്ന് വന്ന് എന്നെ സഹായിക്കൂ എന്ന് പറയാറുണ്ട്. അങ്ങനെ സഹായിക്കാറുണ്ട്. അതുപോലെ നിനക്ക് വഹിക്കാൻ കഴിയാത്ത ഭാരം, നിനക്ക് സഹിക്കുവാൻ കഴിയാത്ത ഭാരം ഉണ്ടാകുമ്പോൾ, നിനക്ക് അത്രമാത്രം വിശ്വാസം ഇല്ലാതിരിക്കുന്നതായ സമയത്ത് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാരുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. എന്നാൽ എല്ലാ ഭാരവും ഞങ്ങളുടെ മേൽ ഇട്ടിട്ട് ചില ആളുകൾ പറയാറുണ്ട്, പിടിച്ചു വെച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഉപവാസം ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ആ പ്രാർത്ഥനാ വിഷയമെല്ലാം ഞങ്ങൾക്ക് എഴുതി തന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒരു 100 രൂപ വെച്ച് തന്നിട്ട് അവർ വീട്ടിൽ ചെന്നിട്ട് ബിരിയാണി കഴിച്ച് സുഖമായി കിടന്നുറങ്ങും. ദൈവദാസന് ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നീ സുഖമായി വീട്ടിൽ കിടന്നുറങ്ങിയാൽ എങ്ങനെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും? നീയും പ്രാർത്ഥിക്കുക, നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക, ഞങ്ങളും പ്രാർത്ഥിക്കുക, നിങ്ങളും പ്രാർത്ഥിക്കുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം അത്ഭുതകരമായ കാര്യങ്ങൾ മറുപടി നമുക്ക് ചെയ്തു തരുന്നത്. ദൈവം മറുപടി തരും. നമ്മളിപ്പോൾ ഈ ചെറിയ ചെറിയ വിഷയങ്ങളെക്കുറിച്ച്, ചെറിയ ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ചെറിയ ചെറിയ രോഗങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ചെറിയ ചെറിയ കുടുംബ പ്രശ്നങ്ങളെയെല്ലാം നാം വലുതായി കാണുന്നു. എന്നാൽ ഭക്തനായിരിക്കുന്ന പൗലോസിന്റെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ആത്മശക്തിയോടെ ബലപ്പെടേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ വിശ്വാസത്തിൽ വളരുകയാണെങ്കിൽ, നിങ്ങൾ ആത്മീയമായി ബലം പ്രാപിക്കുകയാണെങ്കിൽ, നിങ്ങൾ വിശ്വാസത്തിൽ വളർന്ന് കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി മറ്റാരും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി നൽകും. മനുഷ്യനും ദൈവത്തിനുമിടയിൽ മധ്യസ്ഥൻ വേറെ ആരുമില്ല. ആരാണ്? ദൈവദാസനാണോ? ദൈവദാസനല്ല, പിന്നെ ആരാണ്? യേശു ക്രിസ്തുവെന്ന ഏക മധ്യസ്ഥൻ. അതുകൊണ്ടാണ് പൗലോസ് താൻ സമ്പാദിച്ചതായ ആത്മാക്കളെ എപ്പോഴും നല്ല പാട്ടൊക്കെ പാടി താലോലിച്ച് പാലുകൊടുത്തി വളർത്തിക്കൊണ്ടുവരാതെ, അവർ ആത്മീയമായി വളർന്നു വരുന്ന വ്യക്തികളായിട്ട് അവർ പിശാചിനെ ജയിക്കുന്ന ആളുകളായിരിക്കണമെന്നും, അവർ പരീക്ഷകളെ ജയിക്കുന്നവരായി തീരണമെന്നും, അവർ ബലവാന്മാരായിരിക്കണമെന്നും, അവർ സമ്പൂർണരായി തീരണമെന്നും, അവരുടെ ജീവിതം കൊണ്ട് അവരുടെ കുടുംബത്തിനും അവരുടെ കുഞ്ഞുങ്ങൾക്കും അവരുടെ അടുത്തുള്ളവർക്കുമെല്ലാം അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ കാലത്തുണ്ടായിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളിൽ 10-15 വർഷം കൊണ്ട് ഞാൻ ക്രിസ്തീയ വിശ്വാസിയാണ്, എൻ്റെ മാതാവ് എൻ്റെ പിതാവ് എല്ലാം ക്രിസ്തീയ വിശ്വാസികളായിരുന്നു എന്ന് പറയുന്ന വിശ്വാസികളിൽ എത്ര പേർ വിശ്വാസത്തിൽ ബലപ്പെടണമെന്നും ഞാൻ, അതുപോലെ എത്ര പ്രസംഗങ്ങൾ ഇന്ന് വിശ്വാസത്തിൽ ബലപ്പെടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ ഉണ്ട്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ അവരെ യഥാർത്ഥത്തിൽ അനുതാപത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നവരുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ദിവസം നിങ്ങളൊരു പാഠം പഠിച്ചുകൊള്ളുക. ഞാൻ ഈ ലോകത്തിലായിരിക്കുന്ന സമയത്ത്, ലോകത്തിലുള്ളപ്പോൾ എനിക്കൊരു പ്രശ്നവും വരികയില്ല, എനിക്കൊരു കുറവും ഉണ്ടാവുകയില്ല, എനിക്കൊരു രോഗവും ഉണ്ടാവുകയില്ല, എനിക്കൊരു പ്രശ്നം ഉണ്ടാവുകയുമില്ല എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവർ വിഡ്ഢികളാണ്. ഈ ലോകത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം എത്ര വലിയ പാസ്റ്റാണെങ്കിലും എനിക്കും രോഗങ്ങളുണ്ടാകാം. എന്താണ്? വരില്ലേ? എലീശ വലിയ പ്രവാചകനായിരുന്നു. അവൻ എങ്ങനെയാണ് മരിച്ചുപോയതെന്ന് അറിയാമോ നിങ്ങൾക്ക്? ബൈബിൾ വായിച്ചപ്പോൾ രോഗബാധിതനായിട്ടാണ് അവൻ മരിച്ചുപോയത്. അതെന്താണ്? അത്ര വലിയ ദൈവദാസൻ രോഗം വന്ന് മരിക്കാനിടയാകുമോ? എന്തെങ്കിലും പാപം ചെയ്തതുകൊണ്ടായിരിക്കുമോ? എന്താണ്? അവൻ മരിച്ച് അടക്കപ്പെട്ടതിന് ശേഷം അറിയാതെ അവന്റെ ശരീരം മറവ് ചെയ്ത സ്ഥലത്ത് മറ്റൊരു വ്യക്തിയെ മറവ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അസ്ഥികൾ മുട്ടിയപ്പോൾ മരിച്ചുപോയ വ്യക്തിക്ക് എന്തുപറ്റി? അവൻ ജീവിച്ചു. അതായത് അവന്റെ അസ്ഥികളിൽ പോലും അത്രമാത്രം ശക്തിയും ബലവുമുണ്ട്. എങ്കിലും അവൻ രോഗം വന്ന് മരിക്കുവാൻ ദൈവം അനുവദിച്ചു. രോഗത്തിലൂടെ ഒരുപാട് പാഠങ്ങൾ ദൈവം നമ്മെ പഠിപ്പിക്കും. കഷ്ടത വരുമ്പോൾ നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലും. നിങ്ങൾക്ക് നല്ലൊരു പനി വരികയാണെങ്കിൽ നിങ്ങളുടെ അമ്മ എന്തു ചെയ്യും? പറയൂ. അതിനുവേണ്ടി ഇത്രയും ആലോചിക്കണമോ? എന്റെ അടുത്തിരിക്കുമെന്ന് പറയാൻ പാടില്ലേ? ഓരോ മണിക്കൂറും ഇടവിട്ട് കൈവച്ച് നോക്കും. അമ്മ അമ്മ എന്ന് നിലവിളിക്കുമ്പോൾ ഇടയ്ക്ക് കൈവച്ച് നോക്കും, നിന്നോട് ചേർന്നിരിക്കും. അതുപോലെ നിനക്ക് പനിയൊന്നും ഇല്ലെന്ന് വിചാരിക്കൂ. എൻ്റെ അടുത്തിരിക്കാൻ പറഞ്ഞ അമ്മ പറയും, എന്തിനാണ് ഇത്രയും വളർന്നിട്ട് നിന്റെ അടുക്കൽ ഞാനെന്തിനാണ് ഇരിക്കുന്നത്? നീ ഇവിടെ കിടന്നുറങ്ങത്തില്ലേ, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പോകുവാൻ ഇടയാകും. നമുക്ക് രോഗമുണ്ടാകുന്ന സമയത്ത് നമ്മുടെ മാതാവും പിതാവും നമ്മുടെ അടുത്ത് വന്നിരിക്കാനിടയാകില്ലേ? അതുപോലെ നമുക്ക് നമ്മുടെ ആത്മീയ ബലഹീനത നമുക്കുണ്ടാകുമ്പോൾ, നമുക്ക് രോഗം വരുമ്പോൾ നമ്മുടെ സ്വർഗീയ പിതാവ് എവിടെയായിരിക്കും? അപ്പോൾ പറയൂ, എവിടെയുണ്ടായിരിക്കും? പലപ്പോഴും നാം വിചാരിക്കാറുണ്ട്, ദുഃഖങ്ങൾ വരുമ്പോൾ കർത്താവ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുമോ എന്ന് പറഞ്ഞ്. നിനക്ക് ദുഃഖം വരുമ്പോൾ കർത്താവ് നിന്നെ വിട്ടുപിരികയിൽ അവൻ കൂടുതൽ ചേർന്ന് നിന്നോട് നിൽക്കുകയാണ്. നീ അത് വിശ്വസിക്കുകയാണെങ്കിൽ നീ അത്ഭുതങ്ങൾ കാണും.
നമ്മൾ കരയുന്ന സമയത്ത് ആരെങ്കിലും വന്നിട്ട് നമ്മുടെ കണ്ണുനീരിങ്ങനെ തുടയ്ക്കുകയാണെന്ന് വിചാരിക്കൂ. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്? അത് നമുക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയുമോ? അതുകൊണ്ടാണ് നാം കരയുന്നത്. ആ ആശ്വാസം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് നാം കരയുവാൻ തോന്നുന്നത്. അതാണ് നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്നതായ കർത്താവ്, നമ്മളെ ആലിംഗനം ചെയ്യുന്നതായ കർത്താവ്. നമുക്ക് ദുഃഖം വരുമ്പോൾ, നിങ്ങൾക്ക് സങ്കടം വരുമ്പോൾ നിങ്ങൾ ദൈവത്തെ കുറ്റം പറയരുത്, ദൈവത്തെ വിട്ടുകളയരുത്. നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് കഷ്ടത വരുമ്പോൾ ദൈവത്തിനെതിരെ തിരിയരുത്, ദൈവത്തെ മറന്നു പോകരുത്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്ത് തെറ്റാണ് സംഭവിച്ചത്? കർത്താവേ, നീ എന്ത് പാഠമാണ് എന്നെ പഠിപ്പിക്കുന്നത്? എന്നെ നീ വിശ്വാസത്തിൽ വളർത്തണമെന്ന് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകുന്ന സമയത്താണ് ശക്തി പ്രാപിക്കുന്നത്. ആത്മീയമായി ബലമുള്ള വ്യക്തി സ്ഥിരമായിരിക്കുവാനിടയാകും. ശരീരത്തിൽ ആരോഗ്യമില്ലെങ്കിൽ നാം എങ്ങനെയാണ് തളർന്നു പോകാൻ ഇടയാകുന്നത്? നാം മറിഞ്ഞു വീഴുവാൻ പോകുന്നത്. അതുപോലെ ആത്മീയമായി ബലമില്ലാത്ത വിശ്വാസികളും ഇന്ന് ചെറിയൊരു ശോധന വന്നാൽ വീണുപോകാനിടയാകും, ചെറിയ പ്രശ്നത്തിൽ വീണുപോകാനിടയാകും. പ്രാർത്ഥന ഇല്ലാത്ത ക്രിസ്ത്യാനികൾ ചെറിയ പ്രശ്നത്തിൽ വീണുപോകും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പ്രാർത്ഥനയിൽ കൂടി ഞാൻ പറയുന്നത്, മീറ്റിംഗിൽ കൂടി പറയുന്നത്, വചനത്തിൽ കൂടി പറയുന്നത്. ഒരു ക്രിസ്ത്യാനിക്ക് ശക്തി നൽകുന്നത് എന്താണെന്ന് വെച്ചാൽ മുഴങ്കാലം അടക്കിയുള്ള പ്രാർത്ഥനയാണ്, വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥനയാണ്. മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് സിംഹത്തിന്റെ വായെ അടയ്ക്കുവാൻ കഴിയും. ഗർജിക്കുന്ന സിംഹം പോലെ വരുന്ന പിശാചിന്റെ വായെ അടയ്ക്കുവാൻ കഴിയും. പ്രാർത്ഥനയിൽ കൂടി ദൈവത്തെ സ്തുതിക്കുന്ന ആളുകൾ. യോബിന്റെ ജീവിതത്തിൽ എത്ര പരീക്ഷണം വന്നിട്ടും അവൻ ദൈവത്തിനെതിരെ ഒരു വാക്കുപോലും പറഞ്ഞില്ല. ദൈവത്തിൽ നിന്ന് അവൻ വിട്ടുമാറിയില്ല, ദൈവത്തെ അവൻ കുറ്റപ്പെടുത്തിയില്ല. ദൈവം തന്നു, ദൈവം എടുത്തു, അപ്പോഴും അവൻ സ്ഥിരമായിരുന്നു ദൈവത്തിനെ സ്തുതിച്ചു. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ദൈവത്തിൽ അവൻ വിശ്വാസമർപ്പിച്ചു. അത് ആത്മാവിൽ ശക്തിയുള്ളവനായതുകൊണ്ടാണ്. എന്നാൽ ഇയ്യോബിന്റെ ഭാര്യയ്ക്ക് അത്രമാത്രം ആത്മശക്തി ഇല്ലായിരുന്നു. ഇയ്യോബിന് എല്ലാം ഉണ്ടായിരുന്ന സമയത്ത്, സമ്പന്നനായിരുന്നപ്പോൾ ഇയ്യോബിന്റെ കൂടെ അവർ നടക്കുമായിരുന്നു. നോക്കൂ, കളക്ടറുടെ കൂടെ കളക്ടറിന്റെ ഭാര്യ എങ്ങനെയാണ് നടക്കുന്നത്? ഡോക്ടറിന്റെ കൂടെ ഡോക്ടറിന്റെ ഭാര്യ, അവർ ഡോക്ടറിന് പഠിച്ചിട്ടില്ലായിരിക്കാം. അതുപോലെ മറ്റ് അധികാരികളുടെ കൂടെ അവരുടെ ഭാര്യമാർ എങ്ങനെയാണ് നടക്കുന്നത്? അവർക്ക് അധികാരമുണ്ടായിരിക്കാം. അവർ അധികാരിയുടെ ഭാര്യ ആയതുകൊണ്ടാണ് അവർക്ക് അത്രമാത്രം അധികാരം കാണിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് യോബിന്റെ ഭാര്യയ്ക്കും അങ്ങനെ ഒരു സ്ഥാനം ലഭിക്കുവാനിടയായി. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട സമയത്തിന് എന്തിനാണ് ഇനിയും ഈ ഭക്തി മുറുകെ പിടിക്കുന്നത്? എല്ലാം കളഞ്ഞിട്ട് പോയി മരിച്ചുകൂടെ എന്ന് ചോദിച്ചു. ഇയ്യോബിനെ പോലെ വിശ്വാസവും ശക്തിയും അവൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ രോഗം വന്നിരിക്കുന്നു, സകലവും നഷ്ടപ്പെട്ടിരിക്കുന്നു, മക്കൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ രോഗം വന്ന ഭിക്ഷക്കാരനെ പോലെ ആയിരിക്കുന്നു. ആ സമയത്ത് ഭാര്യ വന്നിട്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് ഞാനുണ്ടല്ലോ, നിങ്ങൾ പേടിക്കേണ്ട, നമുക്ക് ദൈവമുണ്ട്, ദൈവം നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടതിന് പകരം ഇയ്യോബിനോട് പറയാണ്, നിങ്ങൾ പോയി മരിച്ചുകള എന്ന് പറഞ്ഞാൽ എത്ര വിഷമമുണ്ടാകും. നമ്മെപ്പോലുള്ളവരാണെങ്കിൽ എന്ത് പറയും? ഞാൻ ചാകാം, ആദ്യം നിന്നെ കൊന്നിട്ട് ഞാൻ പോയി ചാകാമെന്ന് പറയും. എന്നാൽ ഇയ്യോബ് എന്താണ് പറഞ്ഞത്? നീ ഒരു പൊട്ടിയെപ്പോലെ സംസാരിക്കരുത്. ദൈവം തന്നു, ദൈവം തന്നെ എടുത്തു, ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിന്റെ ഭാര്യയെക്കുറിച്ച് പിന്നൊന്നും തന്നെ പറയുന്നില്ല. അവൾ എവിടെ പോയി, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒന്നും അറിയില്ല, എവിടെയാണെന്ന് ഒരു അറിവും ഇല്ല. എന്നാൽ ഇയ്യോബിന് ദൈവം ഇരട്ടി അനുഗ്രഹം കൊടുത്തപ്പോൾ ആരവിടെ വന്നുവെന്നറിയാമോ? ഇവൾ തന്നെ. ദൈവം പിന്നെ എത്ര മക്കളെ അവന് കൊടുത്തു? എത്ര മക്കൾ മരിച്ചുപോയി, അത്രയും മക്കളെ ദൈവം വീണ്ടും അവന് കൊടുത്തു. എത്ര സമ്പത്ത് നഷ്ടപ്പെട്ടു, അതിന്റെ ഇരട്ടി അവന് ദൈവം അനുഗ്രഹിച്ചു കൊടുത്തു. ആരോ പറയാനിടയായി, 10 മക്കൾ നഷ്ടപ്പെട്ടപ്പോൾ ദൈവം അനുഗ്രഹിച്ച് 20 മക്കളെയല്ലേ കൊടുക്കേണ്ടിയിരുന്നത്? അതല്ലേ അനുഗ്രഹമെന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ട് ദൈവം 20 പേരെ കൊടുത്തില്ല എന്ന്. ഓൾറെഡി 10 മക്കൾ എവിടെയായിരിക്കുന്നു? സ്വർഗത്തിൽ ആയിരിക്കുന്നു. സ്വർഗത്തിൽ ആടും മാടും പശുക്കളും ഒന്നും, അതുപോലെ ഡോളറും പണവും ഒന്നും കാണില്ല. അവിടെ ആത്മാക്കളാണുള്ളത്. അതുകൊണ്ടാണ് സ്വർഗത്തിലെ കുടുംബം, ഭൂലോകത്തിലെ കുടുംബം. സ്വർഗത്തിലെ കുടുംബത്തിൽ 10 മക്കളുണ്ട്, വീണ്ടും ഭൂലോകത്തിലെ കുടുംബത്തിൽ 10 പേരെ കൊടുത്തു. ദൈവം ഇരട്ടി അനുഗ്രഹിച്ചെന്ന് പറഞ്ഞ ഇയ്യോബിന് 2 ഭാര്യമാരെ കൊടുത്തില്ല കേട്ടോ. ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ദൈവം ഇയ്യോബിനെ അനുഗ്രഹിച്ച് ഇയ്യോബിന് 2 ഭാര്യമാരെ കൊടുത്തു, എനിക്കും അങ്ങനെ ചെയ്യാം. 2 ഭാര്യമാരുണ്ടവർ എത്ര പേരുണ്ട് നമ്മുടെ ഇടയിൽ? അതൊരിക്കലും ദൈവത്തിന്റെ അനുഗ്രഹമല്ല, അത് ദൈവത്തിന്റെ ഇഷ്ടമേ അല്ല. നാം മനസ്സിലാക്കണം. പാപം ചെയ്യാതിരിക്കാൻ ഓരോ പുരുഷനും ഓരോ ഭാര്യ ഉണ്ടായിരിക്കണം, ഓരോ സ്ത്രീക്കും ഓരോ ഭർത്താവും ഉണ്ടായിരിക്കേണ്ടതാണ്. സ്വന്തം ഭാര്യ ഉപേക്ഷിച്ചിട്ട് വേറെ വിവാഹം കഴിച്ചാൽ അവൻ വ്യഭിചാരം ചെയ്യുകയാണ്. അതുപോലെ വിവാഹം മോചിക്കപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവൻ വ്യഭിചാരം ചെയ്യുകയാണെന്ന് കർത്താവ് തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതേ ഭാര്യ വീണ്ടും വരാനിടയായി. തനിക്ക് വസ്തുവകൾ ഇരട്ടി അനുഗ്രഹമായി ലഭിച്ചപ്പോൾ ആ ഭാര്യ വീണ്ടും വരികയുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിച്ച് വീണ്ടും ഇരട്ടി അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നൽകുവാനിടയാകും. ഒരു ഭക്തൻ ഇപ്രകാരം പറഞ്ഞു, അനുഗ്രഹം എന്നത് കഷ്ടതയാകുന്ന ചിറകിന്മേലാണ് അനുഗ്രഹങ്ങൾ നമുക്ക് വരുന്നത്. എന്താണ് കഷ്ടതയാകുന്ന ചിറകിന്റെ മേൽ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക്? ഒരുപക്ഷെ നമുക്ക് കഷ്ടത വേണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അനുഗ്രഹം പിന്നെ എങ്ങനെയാണ് നിനക്ക് ലഭിക്കുന്നത്? കഷ്ടതയാകുന്ന ചിറകിന്റെ മേലാണ് അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുകയാണെങ്കിൽ കഷ്ടങ്ങളുടെ ഇടയിലുള്ള
അനുഗ്രഹങ്ങളെ നമുക്ക് കാണാൻ കഴിയും. തിന്മയിലുള്ളതായ നന്മയെ നമുക്ക് കാണുവാൻ കഴിയും. യോസെഫിനെതിരെ തൻ്റെ സഹോദരന്മാർ തിന്മ ചെയ്യുകയുണ്ടായി. അവനെ ഉപദ്രവിച്ചു, അവനെ കിണറ്റിൽ കളഞ്ഞു, അടിമയായി വിറ്റുകളഞ്ഞു. എന്നാൽ ആ കഷ്ടത അവൻ്റെ ജീവിതത്തിൽ മിസ്രൈമിലെ പ്രധാനമന്ത്രി ആകുന്നതിന് കാരണമായി മാറി. മനസ്സിലായോ? ആ മിസ്രൈമിലേക്ക് അവൻ പോയില്ലായിരുന്നുവെങ്കിൽ, അവിടുത്തെ കഷ്ടത അവൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ അവനവിടെ അധികാരിയായിരിക്കുവാൻ കഴിയുമായിരുന്നില്ല. ചില സമയത്ത് ദൈവം നമ്മെ കഷ്ടതയിലൂടെ കൊണ്ടുപോയി അനുഗ്രഹത്തിലേക്കും താഴ്മയിലൂടെ കൊണ്ടുപോയിട്ട് ഉയർന്ന സ്ഥിതിയിലേക്കും കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, നീ ബലമുള്ളവനാണ് എങ്കിൽ സഹിക്കുവാൻ കഴിയും. ചില ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങൾ വരും. എന്തുകൊണ്ടാണ്? അവർക്ക് പ്രതിരോധ ശക്തി കുറവായതുകൊണ്ടാണ്. ശരിയായ ആരോഗ്യം അവർക്ക് ഇല്ലാത്തതുകൊണ്ട്. നീ ആത്മീയമായി നല്ല ബലമുള്ളവനാണെങ്കിൽ, നിന്റെ അകത്തെ മനുഷ്യന് നല്ല ശക്തി ഉണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ നല്ല ആത്മശക്തി ഉണ്ടെങ്കിൽ, ഓരോ ചെറിയ ചെറിയ കാര്യത്തിനും നീ വീണു പോകേണ്ടതായ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ നാം തകർന്നു പോകേണ്ടതായ കാര്യമില്ല. അവയെ എതിർക്കുവാൻ നമുക്ക് കഴിയും. പിശാചിനോട് എതിർത്തു നിൽക്കൂ. അപ്പോൾ അവൻ നിങ്ങളുടെ അടുക്കൽ നിന്ന് ഓടിപ്പോകാനിടയാകും. നമ്മൾ എപ്പോഴാണ് ആത്മീയമായി നല്ല ശക്തിയും ബലവും ഉള്ളവനായിരിക്കുന്നത്? നല്ല ബലം ഉണ്ടാകുന്നതിന് നല്ല സമീകൃത ആഹാരം നമുക്ക് ആവശ്യമാണ്. നല്ല സമീകൃത ആഹാരമായ ദൈവത്തിന്റെ വചനത്തെ കേട്ടാൽ, അനുസരിച്ചാൽ, വിശ്വസിച്ചാൽ ആത്മീയ ബലം പ്രാപിക്കുവാൻ നമുക്ക് കഴിയും. പ്രാർത്ഥന. നിങ്ങൾ നിങ്ങളുടെ ഹൃദയം തുറന്ന്, എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്താണ് നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ ബലഹീനത എന്താണ്, എന്താണ് നിങ്ങളുടെ ആഗ്രഹം, ദൈവത്തോട് പറയൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അധികമായിട്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവം നിങ്ങളുടെ ഹൃദയ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ ആ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ 2 കരങ്ങളിലും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആ കർത്താവിനോട് നമുക്ക് സംസാരിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കടഭാരങ്ങളുണ്ട്, ഒരുപാട് വേദനകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എത്ര കഷ്ടപ്പെട്ടാലും ഓട്ടസഞ്ചിലിടുന്നത് പോലെ ഞങ്ങളുടെ അധ്വാന ഫലമെല്ലാം പോകുന്നു. ദൈവമേ, ഞങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങളിൽ കർത്താവിൻ്റെ അനുഗ്രഹം വേണം എന്ന് പറയുന്നവർ ദൈവത്തോട് ചോദിക്കൂ. എൻ്റെ ഭർത്താവിന് മാനസാന്തരമില്ല, എൻ്റെ ജീവിതം കാരണം, എൻ്റെ മാതൃകയില്ലാത്ത ജീവിതം കാരണം. എന്നാൽ ഇന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഇന്ന് കൊടുക്കുമാറാകണമേ. ഞങ്ങൾ 2 പേരും ചേർന്ന് ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുവാൻ സഹായിക്കാൻ പറഞ്ഞ കർത്താവ് വിടുവിക്കും. നിന്റെ ഭർത്താവ് ക്രൂരനാണെങ്കിലും ദുഷ്ടനാണെങ്കിലും അവനെ മാറ്റുവാൻ കഴിയുന്ന ശക്തി നമ്മുടെ കർത്താവിന് ഉണ്ട്. ഭർത്താവ് നിന്നെ വിട്ടുപിരിഞ്ഞാലും അവൻ തിരിച്ചു വന്നിട്ട് നിന്റെ കൂടെ വീണ്ടും ആയിരിക്കുവാൻ ദൈവം ഇടയാക്കും. എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല ദൈവദാസ, എൻ്റെ കുഞ്ഞുങ്ങളെ അവൾ നോക്കുന്നില്ല എന്ന് പറയുന്നവർ ദൈവത്തോട് പ്രാർത്ഥിക്കൂ. നിഷ്കളങ്കയും നിർദോഷവുമായൊരു കുഞ്ഞാട് എന്നതുപോലെ സഭ ആയിരിക്കേണ്ടതിന് കർത്താവ് തൻ്റെ രക്തത്തെ കൊടുത്തു. നിന്റെ ഭാര്യയോട് ക്ഷമിക്കുവാൻ, അവളെ ശുദ്ധീകരിക്കുവാൻ, നിന്റെ കുടുംബത്തെ കെട്ടുവാൻ ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് ജോലിയിലെന്ന് പറയുന്നവർ, MTech ചെയ്തു, BTech ചെയ്തു, MCA ചെയ്തു, MSc ചെയ്തു എന്ന് പറയുന്നവർ, എനിക്കൊരു ഗവൺമെൻറ് ജോലി ഇനിയും കിട്ടിയിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനിയും സെറ്റിലായിട്ടില്ല, എൻ്റെ ഭാവിയോർത്ത് മാതാപിതാക്കൾ ഒരുപാട് വിഷമിക്കുന്നു എന്ന് പറയുന്നവർ, കർത്താവിനോട് നിങ്ങൾ നിലവിളിക്കൂ, കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. കർത്താവ് അത്ഭുത കാര്യങ്ങൾ ചെയ്യും. എസ്തേറിനോട് മനസ്സലിവ് കാണിച്ച് രാജാവിൻ്റെ ഹൃദയത്തെ അനുകൂലമാക്കിയ ദൈവം, ആ രാജാവിൻ്റെ ഹൃദയത്തെ കുലുക്കിയതായിരിക്കുന്ന ദൈവം, നിന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളെ, നിന്നെ സെലക്ട് ചെയ്യുന്ന ആളുകളെ നിനക്ക് അനുകൂലമാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവമാണവൻ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കൂ. അവൻ അത്ഭുത കാര്യങ്ങൾ ചെയ്യും. നിന്റെ ആവശ്യങ്ങളെ അവൻ നിറവേറ്റിത്തരും. ഒരുപാട് വർഷങ്ങളായിട്ട് ഇതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കുന്നു, ഇതേ വ്യാപാരത്തിൽ തന്നെ ആയിരിക്കുന്നു, ഇതേ ജോലിയിൽ തന്നെ ആയിരിക്കുന്നു. ഒരു ഉയർച്ചയുമില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. ഏതു സമയവും കഷ്ടതയും പ്രതികൂലവുമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞ് കരയുന്നവരെ, കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവത്തിന്റെ അടുക്കൽ ഒരു തീരുമാനമെടുത്ത ആളുകൾ നിങ്ങളുടെ വലതു കൈ ഉയർത്തിക്കാട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെക്ഷൻ നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവ് നിങ്ങളുടെ കൈകളെ കാണുന്നു. നിങ്ങൾ എന്തൊക്കെയാണോ ചോദിച്ചത് അതവൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പ്രാർത്ഥനയിൽ നിങ്ങൾ എന്താണോ അപേക്ഷിച്ചത് ലഭിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞ ദൈവം നിങ്ങളുടെ കഷ്ടതയിൽ നിന്ന്, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന്, നിങ്ങളുടെ രോഗത്തിൽ നിന്ന്, നിങ്ങളുടെ പ്രതികൂലത്തിൽ നിന്ന് ഈ ദിവസം നിന്നെ വിടുവിച്ചിരിക്കുന്നുവെന്ന് വിശ്വാസത്തോടുകൂടി നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞു പോയിരിക്കുന്നു, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞതായ കർത്താവ്
ഒരു സംതൃപ്തിയുള്ള ഹൃദയത്തോടുകൂടി, ഒരു സന്തോഷമുള്ള ഹൃദയത്തോടുകൂടി യേശുക്രിസ്തുവിന്റെ സാക്ഷികളായി ലോകത്തിലേക്ക് ചെന്നിട്ട് അവന്റെ സ്നേഹത്തെ എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഇതാ ഞങ്ങളിലേക്ക് നീ ഒന്ന് നോക്കണമേ. ഒരുപാട് സ്ഥലത്തു നിന്ന് നിന്റെ വചനം കേൾക്കുന്ന മക്കൾ, അവരുടെ ഹൃദയങ്ങളെല്ലാം നീ ഇന്ന് തൊടുമാറാകണമേ. അവരുടെ എല്ലാം ഹൃദയങ്ങളെ നീ നിറച്ചതിനായിട്ട് നന്ദി കരേറ്റുന്നു. അവരെക്കുറിച്ചുള്ള നിന്റെ ഉദ്ദേശങ്ങൾ വെളിപ്പെടുത്തിയതിനായിട്ട് നന്ദി കരേറ്റുന്നു. ഞങ്ങൾ ചിന്തിക്കുന്നതിലും അധികമായിട്ട് അത്യധികമായ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നതിന് വേണ്ടി നന്ദി കരേറ്റുന്നു. ഈ സന്ദേശം കേട്ട് കഴിയുമ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ള കാര്യം ഞങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിച്ചിട്ട് ജീവിതത്തിൽ നിന്നിലുള്ള വിശ്വാസത്തിൽ സ്ഥിരമായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വേർപാട് അനുഷ്ഠിക്കാൻ നീ സഹായിക്കണം. നിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ കുടുംബങ്ങളായി രക്ഷിക്കപ്പെട്ടിട്ട് ആ സ്വർഗീയ രാജ്യത്തിന് അവകാശികളായി മാറാൻ ഞങ്ങൾ എല്ലാവരെയും നീ സഹായിക്കുമാറാകണമെന്ന്, പ്രാർത്ഥനയിൽ ഭാഗവാക്കായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നീ അനുഗ്രഹിക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഈ വചനം കേൾക്കുന്ന സകല വ്യക്തികളോടും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ.